ഹലോ, വെൽക്കം ടു ജോസിനോ ഹോം ബുക്ക്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഫുൾ ഡേ ഇല്ല, ഉച്ചവരെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. കാരണം എനിക്ക് ഡ്യൂട്ടിയാണ്. അപ്പം 3 മണിക്കാണ് ഡ്യൂട്ടി തുടങ്ങുന്നത്. അപ്പോൾ ആഫ്റ്റർനൂൺ വരെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. കുട്ടികൾക്ക് അവധിയാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നൂഡിൽസ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നൂഡിൽസിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ തനിയെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. എല്ലാ വെജിറ്റബിൾസൊന്നും ഞാൻ നൂഡിൽസിൽ ചേർക്കാറില്ല, പക്ഷേ 3 വെജിറ്റബിൾസ് ഞാൻ ഒഴിവാക്കാറുമില്ല. അപ്പോൾ അത് 3 ഉണ്ടെങ്കിൽ മാത്രമായിട്ടാണ് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാറുള്ളൂ. ക്യാരറ്റും ക്യാപ്സിക്കവും ക്യാബേജും, പിന്നെ നമുക്കിതിൽ ബ്രോക്കോളി ചേർക്കാം, മഷ്റൂം ചേർക്കാം, പക്ഷേ ബീൻസ് ഒന്നും ഞാൻ ചേർക്കാറില്ല കേട്ടോ. ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട് മാത്രമാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൂ. 2 പാക്കറ്റ് നൂഡിൽസൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് സുഖമായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞങ്ങൾ പക്ഷേ മെമ്പേഴ്സ് കൂടുതലുള്ളത് കൊണ്ട് ഞങ്ങൾക്കൊരു 6 പാക്കറ്റൊക്കെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഹസ്ബൻഡാണ് അത് ആ ഒരു പാർട്ട് ഹെൽപ്പ് ചെയ്ത് തരാറുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ചായാലും ഡിന്നറായാലും എനിക്ക് കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിച്ചൺ ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ കഴിക്കാനൊക്കെ പോയിരിക്കുന്നതാണ് കേട്ടോ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം. അതാകുമ്പോൾ നമുക്ക് കുറച്ച് സമാധാനമായിട്ട് കഴിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും, അയ്യോ കിച്ചൺ ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുകയാണെന്ന്. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ബെഡ് നീറ്റാക്കാതെ ഞാൻ ബെഡ്റൂമിൽ നിന്ന് വരാറില്ല. അപ്പോൾ നമ്മൾ ആദ്യം എഴുന്നേറ്റിട്ട് ചെയ്യുന്നൊരു കാര്യം, ഇപ്പോൾ ഈ ബെഡ് നീറ്റാക്കുക എന്ന് പറയുന്നത് ഒരു ഓർഗനൈസ് ചെയ്യുന്നൊരു കാര്യമാണല്ലേ. അങ്ങനെ ചെയ്യുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു തോട്ട് പ്രോസസ്സിലേക്ക് നമ്മുടെ ബ്രെയിൻ വരും. അപ്പോൾ ആ ഒരു ചിന്ത നമ്മുടെ ആ ദിവസത്തെ മുഴുവൻ പോസിറ്റീവായിട്ട് വെക്കാനായിട്ട് നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിനോടൊപ്പം ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഹൗസ് ചോഴ്സ് ചെയ്യാനും കൂടി അവരെ പഠിപ്പിക്കണം. അവരെ കണ്ടത് ചെയ്യിപ്പിക്കുകയും വേണം. ഒരു ദിവസം ഇരുട്ടി വെളുക്കുമ്പോഴേക്കൊന്നും അവരത് ചെയ്യുകയില്ല, ചെയ്യാനുള്ള താല്പര്യമൊട്ട് കാണിക്കുകയില്ല കേട്ടോ. പക്ഷേ നമ്മൾ അവരുടെ പുറകെ നടന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നല്ല ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് നീറ്റായിട്ട് എങ്ങനെയെങ്കിലും ചെയ്താൽ പോരാ, നല്ല നീറ്റായിട്ട് ചെയ്യാനായിട്ട് അവരെ പഠിപ്പിക്കണം. അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയും വേണം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇൻ ഫ്യൂച്ചർ നമ്മളറിയാതെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സ്വഭാവം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ ആ ഒരു വീടുമായിട്ടുള്ളൊരു ബോണ്ടിങ്, അല്ലെങ്കിൽ അവരായിരിക്കുന്ന സ്ഥലവുമായിട്ടൊരു ബോണ്ടിങ് കൂടുതൽ വരാനായിട്ടും കൂടെ ഇത് ഹെൽപ്പ് ചെയ്യും. ചില ആൾക്കാരെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, അവർ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ആൾക്കാരാണെന്ന്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയാണ് മറ്റുള്ളവർക്ക് കൂടുതൽ ഇഷ്ടവും. അതുപോലെ തന്നെ അങ്ങനെ ഒരു എക്സ്ട്രാ മൈൽ എടുത്ത് വെക്കുന്ന ആൾക്കാരാണ് കൂടുതൽ സക്സസ് ആവുകയും ചെയ്യുന്നത്. അപ്പം ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഹൗസ് ചോഴ്സ്, അയ്യോ അവർ കുഞ്ഞല്ലേ, പ്രായമായിട്ടില്ല, സമയമായിട്ടില്ല, അങ്ങനെയൊന്നും പറഞ്ഞ് ചെയ്യിപ്പിക്കാതിരിക്കരുത്. 2 years തുടങ്ങിയിട്ട് നമുക്ക് ചെയ്യിപ്പിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ മോൾക്ക് ഇപ്പോൾ 8 വയസ്സായി. അവൾ നന്നായിട്ട് ബെഡ് മേക്കിംഗ് ചെയ്യും. അത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ, നല്ല നീറ്റായിട്ട് ബെഡ് മേക്കിംഗ് ചെയ്യും. മോനും ചെയ്യും അതുപോലെ തന്നെ. പിന്നെ ഇതുപോലെ പാത്രമൊക്കെ കഴുകി തരും. എപ്പോഴും ഇതുപോലെ എല്ലാ പാത്രവും കഴുകി തരില്ല, എങ്കിലും അവർ കഴിക്കുന്ന പാത്രം അവർ കഴുകി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് കുറേ പേര് ഇപ്പോൾ ചോദിക്കാറുണ്ട്, എന്താണ് റെഗുലറായിട്ട് വീഡിയോസ് ഒന്നും ഇടാത്തത്, വല്ലപ്പോഴൊക്കെ കാണാറുള്ളല്ലോ എന്ന്. അതിന് ശരിക്കും പറഞ്ഞൊരു ഉത്തരം കൂടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. എൻ്റെ മിക്കവാറും ദിവസങ്ങൾ ഈ ഒരു റുട്ടീനിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം ഞാൻ പ്രയോറിറ്റി ഇപ്പോൾ കൊടുക്കുന്ന കാര്യങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ പഠിത്തവും അല്ലെങ്കിൽ അവരുടെ ഒരു ബിഹേവിയറൽ ഗ്രോത്തും, അതുപോലെ തന്നെ ഞാനൊരു ഹോം ബേക്കറാണ്. അപ്പം മിക്കവാറും ചിലപ്പം കേക്ക് ഓർഡറുകളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീഡിയോ പിടിക്കാനൊക്കെ ആയിട്ട് പോകുമ്പോഴേക്കും നമ്മുടെ കുറേ ടൈം അവിടെ പോയി കിട്ടും. അതുകൊണ്ടാണ് റെഗുലറായിട്ട് വീഡിയോ ഇടാത്തത് കേട്ടോ. ഇനി കുഞ്ഞുങ്ങളുടെ വെക്കേഷനൊക്കെ ആയി കഴിയുമ്പോഴേക്കും പരമാവധി ഞാൻ ട്രൈ ചെയ്യാം വീഡിയോ കൺസിസ്റ്റൻ്റായിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നൊരു വീക്കെൻഡാണ്, ക്ലാസ് ഉള്ള ദിവസമല്ല. അപ്പോൾ എല്ലാ ദിവസവും ഒരു 2 hours ഞങ്ങൾ പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട്. അതായത് ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 2 hours പഠിക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ വീക്കെൻഡൊക്കെ ആയിരിക്കുമ്പോഴേക്കും നമുക്ക് മോർണിംഗ് ആയിരിക്കും കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആയിരിക്കുന്നത്. ഏത് സമയത്താണോ നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിരിക്കുന്നത് ആ ഒരു സമയം നമ്മൾ കണ്ടുപിടിക്കുക. ആ സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റോടു കൂടി അത് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ.
അപ്പോൾ അതിന് കുറച്ച് പ്രിൻ്റ് ഔട്ടുകളൊക്കെ എടുത്ത് സെറ്റപ്പ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് പിള്ളേർ അത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാനൊരു ക്വിക്ക് ക്ലീനിങ് ചെയ്യാമെന്ന് വെച്ചൊരു 45 മിനിറ്റ്സിൻ്റെ ക്വിക്ക് ക്ലീനിങ് അല്ലേ. പക്ഷേ ആ 45 മിനിറ്റ്സും ഇന്ന് ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ഹോളിലാണെന്ന് മാത്രം. ബാക്കി കിച്ചൺ ഓൾറെഡി ക്ലീൻ ആക്കിയായിരുന്നു. പിന്നെ റൂംസ്, ഞങ്ങളുടെ റൂം ക്ലീൻ ആക്കി. കുട്ടികളുടെ റൂം ഞാൻ വിചാരിച്ചു പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു 2 hours പഠിത്തത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനാട്ടോ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു 1 hour എങ്കിലും, അതിൽ കൂടുതൽ ഇരുത്താൻ പറ്റുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. എങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1 hour എങ്കിലും കുഞ്ഞുങ്ങളുടെ പഠിക്കുന്ന കാര്യത്തിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. ഇൻ ഫ്യൂച്ചർ അത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ പല്ല് തേക്കുകയും കുളിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഹാബിറ്റായിട്ട് മാറും ഈ പഠിക്കുന്ന കാര്യം. അവർക്കതൊരു ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന കാര്യമായിട്ട് തോന്നില്ല. നമ്മളെല്ലാ ദിവസവും അത് വിടാതെ നമ്മൾ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ. അപ്പം നമ്മൾ അമ്മമാരാണ്, അല്ലെങ്കിൽ പാരൻസാണ് അതിന്, അമ്മമാരല്ല പാരൻസാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു ഇൻട്രസ്റ്റ് ആദ്യം കാണിക്കേണ്ടത്. എത്ര തിരക്കാണെങ്കിലും നമ്മളൊരു 1 hour കണ്ടുപിടിച്ച് അവരെ ആ ഒരു പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഇരുത്തണം. ആദ്യമൊക്കെ ഭയങ്കര മടിയായിരിക്കും, നമുക്കും മടിയായിരിക്കും അവർക്കും മടിയായിരിക്കും. പക്ഷേ ഒരു 1 month കഴിയുമ്പോഴേക്കും ഇത് അവർക്കും അത് തോന്നിത്തുടങ്ങും, നമുക്കും അത് തോന്നിത്തുടങ്ങും. അയ്യോ ഇന്ന് നമ്മളത് ചെയ്തില്ലല്ലോ, അങ്ങനെയൊരു ഫീലിംഗ് നമുക്ക് വന്നു തുടങ്ങും. ആദ്യത്തെ ആ ഒരു കുറച്ച് ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു കണ്ടിന്യൂഷൻ നഷ്ടപ്പെടാതെ നമ്മളത് ചെയ്യിപ്പിക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അവരറിയാതെ തന്നെ അതൊരു ഹാബിറ്റായിട്ട് മാറും. പ്രത്യേകിച്ച് ഈ KG ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് കേട്ടോ. നമ്മളിപ്പം പുറത്തൊക്കെ പോവുകയാണെങ്കിലും അവർ പഠിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഒരു ബുക്കുണ്ടല്ലോ, അതെടുത്ത് കൈ പിടിച്ചാൽ മതി. നമ്മൾ പഠിപ്പിച്ചൊന്നും കൊടുക്കണ്ട, അവർ ജസ്റ്റ് അതൊക്കെ തുറന്നു നോക്കി അതിൻ്റെ പിക്ചേഴ്സ് കാണുമോ, അവർ തന്നെ വായിക്കാൻ നോക്കുക, അവരതെന്താണെന്ന് ചോദിക്കുകയൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ആ ഒരു കണ്ടിന്യൂഷൻ നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ചില ദിവസങ്ങളിൽ അവർ ഭയങ്കരമായിട്ട് മടി കാണിക്കും, എഴുതാൻ വരുമോ, അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ നമുക്കിപ്പം ചില ദിവസങ്ങളിൽ നമ്മളും ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇപ്പം മൊബൈലിലൊക്കെ ഒരുപാട് എഡ്യൂക്കേഷണൽ ആപ്സ് പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കത് ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ കളറിങ് ചെയ്യിപ്പിക്കാം, ഡ്രോയിങ് ചെയ്യിപ്പിക്കാം, ക്ലേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടല്ലോ. ക്ലേ ആക്ടിവിറ്റിയൊക്കെ ചെയ്യിക്കുന്ന, ഈ ഡ്രോയിങ്ങും ക്ലേ ആക്ടിവിറ്റിയൊക്കെ ചെയ്യിക്കുന്ന അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് വെറുതെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്ന്. പക്ഷേ ആ പെൻസിൽ പിടിക്കാൻ, അല്ലെങ്കിൽ പെൻസിലിൻ്റെ ഗ്രിപ്പ് കുറേ നേരം എഴുതി കഴിയുമ്പോൾ കൈ വേദനിക്കാതിരിക്കാൻ, ആ ഒരു നമ്മുടെ ഫിംഗേഴ്സിൻ്റെ ബോൺസൊക്കെ നന്നായിട്ട് നല്ലൊരു എന്താ പറയുക സ്റ്റാമിന വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. അപ്പം നമുക്ക് മടിയുള്ള ദിവസം അല്ലെങ്കിൽ അവർക്ക് മടിയുള്ള ദിവസം ഇപ്പം അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടെത്തി അവരെ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. എന്താണെങ്കിലും നമ്മൾ എല്ലാ ദിവസവും ഒരു 1 hour കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാനോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ അത് ഇടാതെ ചെയ്യാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക് ഈ നമ്മൾ റൈറ്റിംഗ് ചെയ്യിപ്പിക്കുമ്പോഴേക്കും ഫോർമേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ലൈൻ കൺസെപ്റ്റും. അപ്പോൾ ആ ഫോർമേഷനും ലൈൻ കൺസെപ്റ്റും കൃത്യമായിട്ട് തന്നെ നമ്മളത് ചെയ്യിപ്പിക്കണം. അതിലൊരു വിട്ടുവീഴ്ചയും കാണിക്കരുത്. ചൊട്ടയിലെ ശീലം ചുടല വരെയാണ്. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ എഴുതിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ ഫോർമേഷൻ കറക്റ്റായിട്ട് തന്നെ ചെയ്യിപ്പിക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് വന്നിട്ട് ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂറത്തെ പരിപാടിയേ ഉള്ളൂ. കാരണം എല്ലാം നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെയുള്ള ദിവസങ്ങൾ, ഇപ്പോൾ ഇവരെ പഠിപ്പിക്കാനിരിക്കുന്ന ദിവസങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചെയ്യുന്ന ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള മെനു ആട്ടോ ഞാൻ എടുക്കാറുള്ളൂ. പിന്നെ ക്യാബേജ് തോരനും മോര് കാച്ചിയതും മീൻ വറുത്തതുമാണ്. പയറുകറി, തലേ ദിവസത്തെ പയറുകറി ഉണ്ട്, അപ്പം അതും കൂടിയുണ്ട്. അപ്പോൾ ക്യാബേജ് ഞാൻ എപ്പോൾ അരിയാനെടുത്താലും അത് മുഴുവനായിട്ട്, ഇപ്പോൾ ഒരു ക്യാബേജ് ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ടും അരിഞ്ഞങ്ങ് എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം തോരനുണ്ടാക്കിയിട്ട് ബാക്കി പിന്നെ നമുക്ക് ഏതെങ്കിലുമൊക്കെ സമയത്ത് ഉപയോഗിക്കാമല്ലോ. നൂഡിൽസ് ഉണ്ടാക്കുന്ന സമയത്തോ ഫ്രൈഡ് റൈസിനോ അല്ലെങ്കിൽ തോരൻ തന്നെ ഉണ്ടാക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാം. പകുതി എടുത്തിട്ട് അരിഞ്ഞ് പിന്നെ അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുമ്പോഴേക്കും ഇങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും വാടിയ പോലെയൊക്കെ ഇരിക്കുന്ന കാണാം. നമ്മൾ എത്ര പ്ലാസ്റ്റിക് മറ്റേ ക്ലിംഗ് റാപ്പ് ഇട്ട് പൊതിഞ്ഞ് വെച്ചാലും അതിനൊരു വാട്ടം പോലെ തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതുപോലെ തന്നെ അങ്ങ് മുഴുവനായിട്ട് അരിഞ്ഞെടുത്ത് വയ്ക്കും. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ എടുത്ത് വെച്ചാൽ മതി. ഒട്ടും തന്നെ അതിൻ്റെ ഫ്രഷ്നെസ് ഒന്നും പോകുന്നില്ല കേട്ടോ.
അപ്പോൾ ക്യാബേജ് വേവിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ കുഞ്ഞുമോളെ അടുക്കളയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ മിക്കവാറും അമ്മമാർ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ, കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് ക്ലീനിങ്, അല്ലെങ്കിൽ പഠിപ്പിക്കലിൻ്റെ ഇടയ്ക്ക് കുക്കിങ്, ക്ലീനിങ്, വാഷിങ്, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. സത്യം പറഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രമുള്ളൊരു കഴിവാട്ടെ ഈ മൾട്ടി ടാസ്ക് എന്ന് പറയുന്നത്. നമ്മൾ അപ്പന്മാരെയാണ് ഏൽപ്പിക്കുന്നതെങ്കിൽ അവരെ കുക്കിംഗ് ഏൽപ്പിച്ചാൽ കുക്കിംഗ് മാത്രം, ഏൽപ്പിച്ചാൽ പഠിപ്പിക്കൽ മാത്രം, അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ സ്ത്രീകൾക്കാണ് ഒരു കാര്യം ചെയ്യണതിൻ്റെ ഇടയ്ക്ക് വേറെ 10 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അത് ശരിക്കും നമ്മളതിൽ അഭിമാനം കൊള്ളണം, പരമാവധി അത് പ്രയോജനപ്പെടുത്തുകയും വേണം കേട്ടോ. അപ്പം ഞാനിപ്പം ഇവിടെ ചെയ്യിപ്പിക്കുന്നത് റീഡിംഗ് ആണ്. അപ്പോൾ ഇവർക്ക് KG ക്ലാസ്സിൽ KG 1-ൽ സൈറ്റ് വേർഡ്സ് വെച്ചിട്ട് റീഡ് ചെയ്യിപ്പിക്കുന്നതാണ്. സൈറ്റ് വേർഡ്സുകൾ പഠിപ്പിക്കും ആദ്യം. അപ്പോൾ അതിന് ശേഷം അതുപയോഗിച്ചിട്ട് സെൻറ്റൻസുകൾ റീഡ് ചെയ്യിപ്പിക്കുന്നതാണ് കേട്ടോ. KG 2 വരുമ്പോഴേക്കുമാണ് നമ്മൾ സ്പെല്ലിങ്സും അതുപോലെ പ്രൊനൗൺസിയേഷനൊക്കെ വെച്ചിട്ടുള്ള റീഡിംഗ് ഒക്കെ വരുന്നത്. ഇപ്പോൾ ഇവരെ സൈറ്റ് വേർഡ്സ് വെച്ചിട്ടുള്ള റീഡിംഗ് ആണ്. സൈറ്റ് വേർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബൈ ഹാർട്ട് ആക്കേണ്ടതാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട വേർഡുകൾ. അതിന് പ്രത്യേകിച്ച് നമ്മൾ അതിൻ്റെ സ്പെല്ലിങ് വെച്ചിട്ട് പഠിക്കേണ്ടതോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വെച്ചിട്ട് പഠിക്കേണ്ടതോ അല്ലാത്തതാണ്. അത് കാണുമ്പോൾ തന്നെ അവർക്കത് മനസ്സിലാവണം. അതാണ് സൈറ്റ് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 41 സൈറ്റ് വേർഡ്സ് അവർക്ക് KG ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ള റീഡിംഗ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതും ഇതെല്ലാ ദിവസവും നമ്മൾ ചെയ്യിപ്പിക്കണം കേട്ടോ. ഒരു ദിവസം പോലും അത് മിസ്സാക്കരുത്. അപ്പം അങ്ങനെ മിസ്സാക്കി കഴിഞ്ഞാൽ ആ ഒരു കണ്ടിന്യൂറ്റി അവർക്ക് പോകും. ഇത് ബൈ ഹാർട്ട് ആക്കുന്നതാണല്ലോ, അല്ലാതെ അത് ഒരുപാട് മനസ്സിലാക്കി ചെയ്യുന്ന കാര്യമല്ല. അപ്പം അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മളത് സ്കിപ്പ് ചെയ്യാതെ ചെയ്യിപ്പിക്കുകയും വേണം. അപ്പം ഞാൻ കുറച്ച് കേൾപ്പിച്ച് തരാം എങ്ങനെയാണ് അത് വായിക്കുന്നതെന്നുള്ളത്. കുറച്ചൊന്ന് കേൾപ്പിച്ച് തരാം കേട്ടോ. A keyboard is for backpack. A monitor is for backpack. A computer is for backpack. A അപ്പോൾ റീഡിങ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവളുടെ ഏകദേശം പഠിപ്പിക്കലൊക്കെ തീർന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിനി മോരുകറി വെക്കാമെന്ന് വിചാരിച്ചു. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മോരുകറിയാണ് കേട്ടോ. ജസ്റ്റ് തൈരും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് അടിക്കുക. എന്നിട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് 2 പച്ചമുളകും കുറച്ച് ഇഞ്ചി, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അത് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരിക്കുന്ന തൈരുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്ത് ചെറിയ തീയിൽ വെച്ചിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ സൈഡിൽ നിന്ന് ആവി വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് നിർത്തി മാറ്റി വയ്ക്കാം. അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോകും, ആ ചൂടത്തിരുന്നിട്ട് പിരിഞ്ഞു പോകും. അപ്പം അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുക. അപ്പം ഇത് തൈര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അറിയാതെ ക്യാമറ ഓഫായി പോയിട്ടോ, അതുകൊണ്ടാണ് അത് എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനാണ്. ഇതൊന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തെടുത്തു. എൻ്റെ മൈക്രോവേവ് ഓവനിൽ അങ്ങനെ ഒരു ഫംഗ്ഷനുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ വെളിയിലെടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 5-8 മിനിറ്റും കൊണ്ടൊക്കെ ഡീഫ്രോസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടും. ഞാൻ സാധാരണ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴേക്കും ഇതുപോലെ 3 കൂട്ടം മീൻ ഒരുമിച്ച് വാങ്ങിക്കും. എന്നിട്ട് കറി വയ്ക്കാനുള്ളത് മാറ്റി വയ്ക്കും, പിന്നെ വറക്കാനുള്ളത് ഇതുപോലെ മാരിനേറ്റ് ചെയ്തെടുത്ത് വെക്കുകയുള്ളൂ കേട്ടോ. അപ്പം തന്നെ എടുത്ത് വയ്ക്കും, പിന്നീടത്തേക്ക് മാറ്റി വയ്ക്കില്ല അത്. അപ്പോൾ ആ മീനും കൂടി ഒന്ന് വറുത്തെടുക്കണേണ്. അപ്പോൾ നമ്മുടെ ഉച്ചക്കത്തെ ചോറിൻ്റെ പരിപാടി കഴിഞ്ഞു. മോരുകറിയായി, ക്യാബേജ് തോരനായി, മീൻ വറുത്തതായി, പിന്നെ ഞാൻ പറഞ്ഞ തലേ ദിവസത്തെ പയറുകറിയുണ്ട്. അപ്പോൾ ഈ മീനും കൂടെ വറുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ റെഡിയാവാൻ പോയി. കാരണം എനിക്കിന്ന് ആഫ്റ്റർനൂൺ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഞാൻ റെഡിയാവാൻ പോയി. അപ്പോൾ ഫുഡിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഞാനപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വാഷിംഗ് മെഷീനൊന്ന് ഓണാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ആ തുണി എടുത്തിടാനായിട്ട് പോവാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ മറക്കാതെ ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഈ എല്ലാ ദിവസവും ഒരു ലോഡ് തുണി അലക്കുക എന്നുള്ളത് പോലെ തന്നെ മറക്കാതെ ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ ആ അലക്കി കഴിഞ്ഞ തുണി എടുത്തിടൂലേ, അതേ സമയത്ത് തന്നെ അടുത്ത അലക്കേണ്ട ഒരു ലോഡ് തുണി ഇട്ട് വാഷിംഗ് പൗഡറൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. അത് ഞാൻ മറക്കാതെ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് രാവിലെ തന്നെ ഓൺ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണോ സൗകര്യം അതുപോലെ നമുക്ക് ഓൺ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വിട്ടുപോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഇതും ഇതുപോലെ തന്നെ മറക്കാതെ ചെയ്യുന്ന കാര്യമുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയ പിന്നെ എല്ലാ ദിവസവും അലക്കുക എന്നുള്ള ആ ഒരു പ്രോസസ്സ് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ തുണി കുന്നുകൂടുകയോ അല്ലെങ്കിൽ നമുക്ക് ഇടാൻ ഡ്രസ്സില്ലാതിരിക്കുകയോ അങ്ങനെയൊന്നും വരാറില്ല. ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയ പിന്നെ മടക്കി വയ്ക്കില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു സൗകര്യം പോലെയൊക്കെ ഞാൻ മടക്കി വയ്ക്കാറുള്ളൂ. ചില സമയത്ത് അപ്പം തന്നെ മടക്കി വയ്ക്കും. നമ്മൾ ആ കുറച്ച് തുണിയൊക്കെ ഉള്ളെങ്കിൽ അപ്പം തന്നെ മടക്കി വെക്കും, നമ്മുടെ സൗകര്യം പോലെ. പക്ഷെ അലക്കുക എന്നുള്ളത് വിട്ടു പോകാറില്ല കേട്ടോ. അപ്പോൾ ഏകദേശം ഇന്നത്തെ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞു. ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റി. ഞാനിനിയിപ്പോൾ റെഡിയാവാൻ പോവാണ്. അപ്പോൾ ഹസ്ബൻഡും പിള്ളേരും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാനപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിഞ്ഞ് റെഡിയായി ഡ്യൂട്ടിക്ക് പോകും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഞാൻ ലാസ്റ്റ് ഉൾപ്പെടുത്തിയത് ജസ്റ്റ് ഒരു മോട്ടിവേഷൻ തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്തൊരു കാര്യവും നമ്മൾ കുറച്ച് സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്താൽ, കുറച്ച് സമയം അതിന് വേണ്ടി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്നത് ഞാൻ 3 വർഷം കൊണ്ട് നേടിയെടുത്തതാണ്. 3 മാസം കൊണ്ട് കിട്ടുന്നവരുണ്ട്. പക്ഷേ എനിക്ക് അതിന് കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. കുറച്ചധികം ബുദ്ധിമുട്ടുകൾ അതിന് വേണ്ടി സഹിക്കേണ്ടി വന്നു. പലവട്ടം ഞാനിത് ഉപേക്ഷിച്ച് പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എനിക്കത് വേണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതാണ് എന്നെക്കൊണ്ട് എടുപ്പിച്ചത്. പിന്നെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തൊരു കാര്യം ഇതുപോലെ തന്നെയാണ്. നമുക്കത് കിട്ടും എന്നുള്ളൊരു വിശ്വാസം, അത് വേണം എന്നുള്ളൊരു അതിയായ ആഗ്രഹവും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.